DN24 സ്വാഗതം. മലയാളികൾക്ക് സദ്യ വികാരമാണെങ്കിൽ സദ്യയിലെ പ്രധാന വിഭവമായി സാമ്പാർ അഹങ്കാരമാണ്. കാരണം സാമ്പാർ അല്ലാതെ സദ്യ ഉണ്ടാകില്ല. അത്രയധികം ഹരം കൊള്ളിക്കുവാൻ മറ്റൊരു കറിക്ക് സാധിക്കുകയുമില്ല. മറ്റൊരു ദേശത്തെ അടുക്കളയിൽ നിന്ന് വന്ന് മലയാളി നാവിനെ ഇത്രമേൽ കീഴടക്കിയ മറ്റൊരു വിഭവവുമില്ല. പച്ചക്കറികളും പരിപ്പും കായവും പുളിയുമെല്ലാം പാകത്തിന് ചേരുന്ന സാമ്പാറിന് പറയാനുള്ളൊരു ചരിത്രം. മറാഠികളാണ് സാമ്പാറിന്റെ യഥാർത്ഥ അവകാശികൾ. അവിടെ നിന്ന് തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൽ നിന്നാണ് ഇന്ത്യയാകെ സാമ്പാറിന്റെ രുചി ഒഴുകിയത് എന്നാണ് വാദം. മറാഠ രാജവംശത്തിലെ രാജാവായിരുന്ന ശിവാജിയുടെ മൂത്ത മകനായിരുന്നു സാമ്പാജി. പ്രധാന പാചകക്കാരന്റെ അഭാവത്തിൽ കറി ഉണ്ടാക്കുവാൻ ഇദ്ദേഹം ഒന്ന് ശ്രമിച്ചു. അദ്ദേഹം പരിപ്പ് കറിയിൽ പുളി കൂടി ചേർത്ത് സ്വാദിഷ്ടമായ ഒരു കറി ഉണ്ടാക്കി. അങ്ങനെ ആ കറി സാമ്പാജിയുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. മഹാരാഷ്ട്ര ചേരുവയായ മറാഠി ഢാൽ ഉൾപ്പെടുന്നതും കുടംപുളി ഉപയോഗിച്ചിരുന്നതും ഒക്കെയാണ് ഇതിന് തെളിവ്. കഥ എന്താണെങ്കിലും കേരളത്തിൽ 50 വർഷത്തെ ചരിത്രം പോലും അവകാശപ്പെടാനില്ലാത്ത സാമ്പാർ എന്ന പ്രധാനിയാണ്. സാമ്പാർ വരുന്നതിന് മുന്നേ കേരളത്തിൽ താരമായിരുന്നു വറുത്തരച്ച പുളിക്കറി. ഇത് പിന്നീട് പുറത്താക്കപ്പെട്ടു. രൂപത്തിലും ഭാവത്തിലും പുളിങ്കറിയെ പോലെ തന്നെയാണ് സാമ്പാറും. അതോടെ എളുപ്പത്തിൽ തന്നെ പുളിങ്കറിയുടെ സ്ഥാനം അപഹരിക്കുവാൻ സാമ്പാറിനായി. ദക്ഷിണ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സാമ്പാർ ഒരു ഇഷ്ട വിഭവമാണ്. ചെറിയ രുചിഭേദങ്ങൾ തമിഴ്നാട്, കർണാടക, കേരളം എന്നിവിടങ്ങളിൽ സാമ്പാറിനുണ്ട്. മസാലപ്പൊടികളും പച്ചക്കറികളും തുവരപ്പരിപ്പും ചേർത്ത് ഉണ്ടാക്കുന്ന സാമ്പാർ നമ്മുടെ സദ്യകളിലെ പ്രധാന വിഭവമാണ്. ഇഡ്ലി, ദോശ, മസാല ദോശ, ഉത്തപ്പം, ഉഴുന്നുവട എന്നിവയുടെ ഒഴിച്ചുകൂടാനാവാത്ത അകമ്പടി വിഭവമാണ് സാമ്പാർ. പൊടിയിൽ വറുത്തും തേങ്ങ അരച്ചും പലതരത്തിൽ സാമ്പാർ വയ്ക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ നാട്ടിലെ നമ്മുടെ വാർത്തകൾ അറിയാൻ DN24 സബ്സ്ക്രൈബ് ചെയ്യുക.